ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാനിതാ വീണ്ടും എത്തിയിരിക്കുന്നു. മീനൂസ് മലയാളം വ്ലോഗിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു പാവയ്ക്ക കറിയുമായി. അപ്പോൾ ഇത് പാവയ്ക്ക എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞത്, പച്ചമുളക് കീറിയത്. അതെല്ലാം നിങ്ങളുടെ കറി എന്തോരം ഉണ്ടാക്കുന്നതിന് അളവനുസരിച്ചിട്ട് നിങ്ങളുടെ എരിവും ടേസ്റ്റും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഞാൻ ഒരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. എണ്ണ ഒഴിച്ച ശേഷം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. പിന്നെ ഇത് നമ്മൾ മീൻ കറി വയ്ക്കുന്ന അതേ ഒരു സ്റ്റൈലിലാണ് ഏകദേശം വയ്ക്കുന്നത്. അപ്പം മീൻ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും. പാവയ്ക്കയുടെ ചെറിയൊരു കയ്പ്പൊക്കെ കറിക്ക് ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ ഒരു എന്താ പറയുക, കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ നന്നായിട്ട് വഴറ്റിയാണ് പാവയ്ക്ക വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ച ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം കുടംപുളിയുടെ പുളിയൊക്കെ കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാവയ്ക്കൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും മെഴുക്ക് പുരട്ടിയും ഇതൊക്കെ വെച്ച് മടുക്കുന്ന സമയത്ത് ഈ കറി ഒന്ന് ട്രൈ ചെയ്യുക. പാവയ്ക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അതാ ഞാനിവിടെ പച്ചമുളകും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മൾ മീൻകറിക്കൊക്കെ ചെയ്യുമ്പം എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എണ്ണയിൽ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 മീഡിയം സൈസ് പാവയ്ക്ക നീളത്തിൽ നമ്മൾ മെഴുക്ക് പുരട്ടിക്കൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുത്തതാണ്. ഇനി ഇത് വെള്ളം ഒന്നും ഒഴിക്കാതെ ഈ എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ട് വഴണ്ട് നമ്മൾ മെഴുക്ക് പുരട്ടിക്കൊക്കെ മൂപ്പിച്ചെടുക്കുന്ന പോലെ എടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എണ്ണയിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരും. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി. അപ്പം ഇതിൻ്റെ അളവ് കുറയും. കുറച്ച് പാവയ്ക്ക പകുതിയായിട്ട് മാറും. അപ്പം നമുക്ക് 2 പാവയ്ക്കയൊക്കെ ചേർത്താലും കറിയിൽ വരുമ്പം അധികം കഷ്ണമുള്ളതായിട്ട് തോന്നത്തില്ല. ഇനിയിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയുടെ ഒക്കെ ഏകദേശം നന്നായിട്ട് മൂത്ത് കണ്ടോ, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാനുള്ള സമയം. അപ്പോൾ അതിന് മുമ്പ് ഞാനിതിലേക്ക് ഒരു 3 അല്ലി കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മീൻ കറി പോലത്തെ തന്നെ ഒരു കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുടംപുളി അതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി അരപ്പൂടി ചേർത്ത് വേവിക്കുന്ന സമയത്ത് പുളിയുടെ ഇതൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറിക്ക് എത്രത്തോളം ഗ്രേവിക്ക് നല്ല തിക്നെസ് വേണോ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. മീൻ കറിയുടെയൊക്കെ അതേ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടുപ്പത്തിരുന്ന് തിളച്ച് നമ്മുടെ പാവയ്ക്കയിലേക്ക് ആ പുളിയൊക്കെ ഒന്ന് പിടിച്ച് വരണം. കുറച്ചുകൂടി വെള്ളം ചേർക്കുകയാണേ. പിന്നെ ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു കളറൊക്കെ വന്ന് നല്ലൊരു റെഡ് കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അന്നേരത്തേക്കും പുളിയൊക്കെ നന്നായി ഇറങ്ങി നമ്മുടെ കറി റെഡിയാവും. അതിന് മുമ്പ് ഉപ്പ് ആവശ്യമാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറി റെഡിയായോ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം പാവയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുത്തേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് പാവയ്ക്കയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. സാധാരണ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് മുകളിൽ ഒഴിച്ചു കൊടുക്കില്ലേ, അതുപോലെ
നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പം ഈ സ്പെഷ്യൽ പാവയ്ക്ക കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.